സേവനത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് അക്ഷരങ്ങളിൽ അഗതികളുടെയും ആശ്രയമായി മാറിയ പ്രിയപ്പെട്ട സ്നേഹമാണെന്നും എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു ലോകം വിഭാവനം ചെയ്യുന്നതിനും സമത്വത്തിന്റെ ജീവവായുവാണ് ഏവരും ശ്വസിക്കുന്നതെന്നും നാസർ മാലിക്കയുടെ ജീവിതം കൊച്ചു കേരളത്തെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ ഒരു പണിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ങായി തണലായി ജനതയോടൊപ്പം നിൽക്കുന്ന ശ്രീ നാസർ മാലിക്കയെ ഏറ്റവും ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനുഷ്യ സ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനും മാനന്തവാടി കൈത്താങ്ങ ചാരിറ്റിയുടെ രക്ഷാധികാരിയുമായ നാസർ മാലിക്കയുടെ സുമനസാൽ മാനന്തവാടി നഗരസഭയിലെ പാവപ്പെട്ട ഭൂരഹിതരായവർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതിന് ഒരേക്കർ ഭൂമി നഗരസഭയ്ക്ക് കൈമാറുന്ന ഈ മഹനീയ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിന്ന് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് സന്തോഷം അറിയിക്കുന്നത് നമ്മുടെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുത്ത മുനിസിപ്പൽ ചെയർമാനും സഹപ്രവർത്തകരും വൈസ് ചെയർമാൻ അടക്കം കാരുണ്യ മനസ്സിൻ്റെ ഏറ്റവും എളിമയുള്ള മനുഷ്യരാണ് പരിപൂർണ്ണ ബോധ്യം. എൻ്റെ പെങ്ങള് കരച്ചു വരുമ്പോൾ സംസാരിക്കാൻ കഴിയും. എന്നോട് ഇന്നപ്പോൾ പറഞ്ഞത് നമുക്ക് ഒരു 18 കുടുംബങ്ങളുണ്ട്, അത്രയും കഷ്ടപ്പാടാണ്. ആ ഒരു മനസ്സാണ് ഒരു നേതാവിന് വേണ്ടത്. കാരണം മറ്റ് എന്നെക്കാട്ടും എൻ്റെ നാട്ടിലെ ഇത് ഓരോ വിഷമഘട്ടത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള മനസ്സിലുള്ള ആ ആശങ്ക അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണമെന്നുള്ള നമ്മളെപ്പോലുള്ള നല്ല മനുഷ്യസ്നേഹം മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മൾ പെങ്ങളെ തയ്യാറായപ്പോൾ അതിൻ്റെ മനസ്സിൽ എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായി പിന്തുണ കൊടുക്കണം. ആ പിന്തുണയായിരിക്കും നമ്മുടെ നാടിൻ്റെ എല്ലാ വികസനത്തിൻ്റെ മുന്നേറ്റം. അതേമാതിരി ഒരേക്കർ സ്ഥലം നമ്മളിവിടെ നൽകുമ്പോൾ എനിക്ക് ആകെയുള്ളത് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർമാനും ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനോട് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠ സ്നേഹിക്കുന്ന ഇന്ന് വരെ കാണാത്ത എൻ്റെ ജോയി അറക്കലിൻ്റെ പേര്, അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഹൗസിംഗ് ബോർഡിൽ നൽകുന്ന അഭ്യർത്ഥന. കാരണം ഞാൻ ജോയേട്ടൻ്റെ വീട് കാണാൻ പോയപ്പോൾ അതിൻ്റെ താഴെ ഒരു പോത്തിൻ്റെയൊക്കെ കാല് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഇരുന്നപ്പോൾ അവിടുന്ന് എന്നോട് കുറച്ച് ആളുകൾ കണ്ടു. ഇക്കൊക്കെ നമുക്ക് ജോയിയേട്ടനാണ് ഞങ്ങൾക്ക് വഴികാട്ടും. ഇന്ന് ഞങ്ങൾ ഈ ലെവലിലൊക്കെ എത്തിച്ചില്ലേ ജോയിയേട്ടനാണ്. അപ്പോൾ ഒറ്റൊന്ന് ആലോചിച്ചാൽ മതി. ജോയിയേട്ടൻ പോകുമ്പോൾ ഒരുപാട് സമ്പത്ത് പോകുമ്പോൾ കൊണ്ടുപോയി. ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീടോ അദ്ദേഹത്തിൻ്റെ സമ്പത്തൊന്നുമല്ല, ഒരുപാട് മനുഷ്യന്റെ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ജോയിയേട്ടൻ കൊണ്ടുപോയത്. അതായിരിക്കണം നമുക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അതാവും മാത്രമേ മറ്റുള്ള സമ്പത്തൊന്നും നമുക്കുള്ളതല്ല. അതിനൊക്കെ അവകാശങ്ങളും ഓരോ സ്ഥലത്തിലും വയനാട് ഏത് ഭാഗത്തിലും ജോയിയേട്ടൻ്റെ പേരുകളെടുത്തെടുത്ത് പറയാം. ആ മനുഷ്യൻ ചെയ്ത നന്മ, ആ മനുഷ്യൻ്റെ എളുപ്പത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ അനിയനെ ഞാൻ ഒരുപാടൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ആ മനുഷ്യൻ്റെ അതേ അനിയനെ അതേ യാത്രയിലാണ്. അവർക്ക് നമ്മൾ എല്ലാ പേരുകളും കൊടുക്കാം. അപ്പോൾ ജോയിയേട്ടൻ്റെ നാമത്തിലാവട്ടെ നമ്മുടെ പുതിയ ആ വീടിൻ്റെ പദ്ധതിയിൽ നിന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിപ്പിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അതേമാതിരി ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് വയനാട് ജില്ലയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മെഡിക്കൽ കോളേജ്. പല പല രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരണം വന്നു. പക്ഷെ വയനാടിൻ്റെ ഈ ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പം അടുത്ത് വരെ ഒരാഴ്ച മുൻപ് വരെ ഒരു സഹോദരൻ, അതും ചെറുപ്രായക്കാരനെ അദ്ദേഹത്തിൻ്റെ ആക്സിഡന്റ് പറ്റി കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല എന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ 500 ചില്ല അപകടങ്ങൾ സംഭവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. വയനാട്ടുകാരെ ഈ ആഗ്രഹം ഏത് സർക്കാർ വന്നാലും അത് സാധിപ്പിച്ചു കൊടുക്കേണ്ട മനുഷ്യത്വം നമ്മുടെ വാക്കുകളിൽ ചെയ്തു കൊടുക്കേണ്ട കടമ സർക്കാരിനുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് 4 ദിവസം മുമ്പ് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹികൾ 50-60 ഏക്കർ സ്ഥലം തരാൻ തയ്യാറാണെന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചവരെല്ലാം ബോധ്യപ്പെട്ടു. മാനുക 50-60 ഏക്കർ വേണേ നമുക്ക് നൽകാം. പക്ഷേ ഈ സ്ഥാപനം മെഡിക്കൽ കോളേജിൽ ആഗ്രഹം
ഞങ്ങളുടെ നാട്ടുകാരുടെ ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. ഇനി അത് ഇല്ലാതിരിക്കാനുള്ള മാർഗം ഉണ്ടാവുമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതിന് പ്രത്യേകം വയനാട് ജില്ലക്കാർ മൊത്തം ഒരു ഒപ്പുശേഖരണം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇനി അടുത്ത മന്ത്രിസഭ ആര് വന്നാലും നമുക്ക് വയനാടിൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചേരണമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നമുക്ക് ഈ നിവേദനം കൊടുത്ത് ആ കാര്യങ്ങൾ നടത്താൻ മുന്നോട്ട് വരണം. ഇങ്ങനെ നമ്മുടെ നാട് രക്ഷപ്പെടുള്ളൂ. ഇനിയും പല അപകടങ്ങളും സംഭവിക്കും. അത് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് 50 ഏക്കർ 60 ഏക്കർ തരാമെന്ന് പറഞ്ഞ് ആ മനുഷ്യസ്നേഹങ്ങൾ പരിചയപ്പെടും. CP അബ്ദുൾ റഹ്മാൻ ഹാജി ചെരപ്പറമ്പിൽ ഹൗസ് തെക്കൻ ചുറ്റൂരിൽ തിരൂര് ബനിയാസ് ഗ്രൂപ്പ് കമ്പനി ഉടമയാണ്. ശങ്കർ അബ്ദുൽ സലാം 5-ാം മൈൽ മാനന്തവാടി ദുബായ് ബിസിനസ്. EC മുഹമ്മദ് ബാബു ഏലസ്വാല ഹൗസ് മാനന്തവാടി ബിസിനസ്. ഈ 3 പേരിലാണ് നമുക്ക് 50-60 ഏക്കർ ഒരു ബുദ്ധിമുട്ടില്ലാതെ നൽകാമെന്ന് ആ കാര്യങ്ങൾ ഏത് സമയത്ത് എവിടെ വെച്ച് പറയുന്നു. ഇന്ന് ഞങ്ങൾ അവിടെ വെച്ച് നേരിട്ടിട്ട് കാണുന്നു. ആ കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് ഏൽപ്പിച്ചത് ഏറ്റിട്ടുണ്ട്. ആ മനുഷ്യസ്നേഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനൊരു സ്ഥാപനം വന്നാൽ ഒരുപാട് പാവങ്ങൾക്ക് അത് വലിയ തണലാവുന്നുള്ള വലിയൊരു മെസ്സേജാണ് അവിടെ തന്നിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ കുറേ ഏക്കറുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലെ അടുത്ത പ്രദേശത്ത് എൻ്റെ ഒരു പരിചയക്കാരനായ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട് 3000 സ്ക്വയർ ഫീറ്റായിരുന്നു. അദ്ദേഹം ആ വീട്ടിൽ സന്തോഷത്തിന് കഴിയുന്ന സമയത്താണ് അവിടെ തൊട്ടടുത്ത് ഒരു 6500 സ്ക്വയർ ഫീറ്റ് ഒരു വലിയ വീട് വന്നത്. അപ്പോൾ ഈ 3000 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് സഹിച്ചില്ല. ഭാര്യ എന്ന് പറഞ്ഞ് നമ്മളെ വീടായിട്ടാണ് ഏറ്റവും വലിയ വീട്. നമ്മുടെ അവർ 6000 കൊടുത്തപ്പോൾ നമ്മളെ വീട് ചെറിയ വീടായിട്ടാണ്. നിങ്ങൾ അതിലേക്ക് പദ്ധതി പിടിച്ചിട്ട് അടുത്ത പദ്ധതി 9000 സ്ക്വയർ ഫീറ്റുള്ള വീട് നമുക്ക് നിർമ്മിച്ചേ മതിയോ. പ്രവാസിയായ അദ്ദേഹം ഭാര്യയുടെ ആ നിർദ്ദേശം നിവർത്തില്ലാതെ സ്വീകരിച്ചു. അദ്ദേഹം 3000 സ്ക്വയർ ഫീറ്റുള്ള വീട് പൊളിച്ചു കളഞ്ഞു. അടുത്ത വീട് 9000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് പണിത്. ആ വീട് മുഴുവനും പണിയെല്ലാം കഴിഞ്ഞ് വളരെ എല്ലാ സൗകര്യങ്ങളുള്ള വീട് പണിത് കോഴിക്കോട് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത വഴിയോ പുതിയ വീട്ടിലേക്കുള്ള ഫർണിച്ചറോ എല്ലാ സാധനം എത്തിച്ച് ഇന്ന ഡേറ്റ് ദിവസം താമസ ദിവസം നിശ്ചയിക്കുകയും താമസ ദിവസത്തിന്റെ തലേന്ന് രാത്രി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ 9000 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്താണ് കൊണ്ടുവന്നത്. അപ്പൊ സത്യത്തില് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് മനുഷ്യൻ. നമുക്ക് ഓർക്കാം, ഇവിടെ നമ്മൾ ഓരോ വലിയ വലിയ ബംഗ്ലാവ് അല്ലെങ്കിൽ കുറെ ആർഭാടങ്ങളൊക്കെ ഓരോ കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന കഥകൾ നമുക്ക് അറിയാം. പക്ഷേ ഇതിനൊക്കെ നമുക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. ആ പാവം മനുഷ്യൻ ചിന്തിക്കില്ല, ഈ 9000 സ്ക്വയർ ഫീറ്റ് ഞാൻ അടിച്ചു പൊളിച്ച് കുറെ കാലം ജീവിക്കും, അടുത്ത കൊല്ലത്തേക്ക് പല പദ്ധതി ആസൂത്രണം ചെയ്യാം. പക്ഷെ ആ 9000 സ്ക്വയർ ഫീറ്റില് കുടിയിരിക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ മയ്യത്താണ് എത്തിയത്. അപ്പൊ നമുക്കൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ള ഇതൊക്കെ ദൈവത്തിന്റെ കൈകളിലാണ്. നമുക്ക് ഗ്യാരണ്ടിക്കാത്തൊരു വസ്തുവാണ്. നമ്മൾ എപ്പോഴും പോകണം, തിരിച്ചു പോയേ മതിയാവും. നമ്മളെ കൊണ്ടാക്കാന് നമ്മുടെ ശ്വാസം മയപ്പെട്ട് പോയി കീപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ പേര് മാറി, നമ്മളെ ബോഡികളെ പേര് മാറി, എല്ലാം മയ്യത്ത് ബോഡി ശവമായി ഓർക്കുക. ഒരു നേരത്തെ വെള്ളെങ്കിലും ഒരു വഴിയെങ്കിലും നമ്മളൊപ്പം എന്താ ചെയ്യാൻ കഴിച്ചത് അതെങ്കിലും കൊടുത്ത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുക. ജാതി ദൈവത്തിനൊരു ജാതിക്കാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അമ്മയാലും ഉമ്മയാലും പ്രസവിച്ചപ്പോൾ കുട്ടി ആണോ പെടാന്ന് ചോദിച്ചു. പിന്നീട് നമ്മൾ ആരെ രക്ഷിതാക്കൾ ആ മതമാക്കി മാറ്റുന്നതാണ്. പക്ഷെ ദൈവം നന്മ ചെയ്യുന്നു, ആര് നന്മ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ വിശ്വാസപ്രകാരത്തെ 40 കുടുംബത്തില് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും പ്രശ്നം എടുക്കേണ്ടെങ്കിൽ നീ വേറെ ദിവസത്തിനാണ് എന്റെ വിഭാഗത്തിൽപ്പെട്ട പരിപൂർണ്ണ ബോധ്യപ്പെടുത്തുന്നത്. അതിനർത്ഥം അവിടെ ജാതി പറയില്ല, മതം പറയില്ല, രാഷ്ട്രീയ പറയൊന്നുമില്ല. അവരെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടത്. അത് എല്ലാ മതത്തിലും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും കാര്യങ്ങളിൽ പോകാനാണ് ഈ യാത്ര. അവസാനം പോകുമ്പോൾ മോക്ഷം കിട്ടി നല്ല മനുഷ്യനായി യാത്ര പോകാനാണ് എല്ലാവരും നമുക്ക് പറയുന്നത്. പിന്നെ എന്നെ എടുത്തു പറയുന്നത് എൻ്റെ അനിയൻ റഷീദ് നിലാമ്പരി മാനന്തവാടി ചാരിറ്റബിൾ ട്രസ്റ്റിലെ റഷീദ് നിലാമ്പരിനൊക്കെ വഴികാട്ടി. ഈ 1 ഏക്കർ സ്ഥലം ഇവിടെ കൊടുക്കാൻ ഞാൻ ആദ്യം മാധവാരി ഫൗണ്ടേഷൻ ഞാൻ വീട് നിർമ്മിക്കാന്നുള്ള പദ്ധതി. ഞങ്ങൾക്ക് അട്ടപ്പാടിയിലും മറ്റൊരു തൃശ്ശൂർ ഭാഗത്തും കുറച്ച് വീടിൻ്റെ വർക്ക് നടക്കണം. പുതിയ ടൈറ്റിലാണ്.
റഷീദിനാണ് മാനുക നമുക്കിത് മാനന്തവാടി മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചാൽ അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് അത് വീട് കിട്ടും. ഒരുപാട് പാവങ്ങൾ അവിടെ അപേക്ഷ കൊടുത്ത് കിടക്കുന്ന മാനുക സ്ഥലമില്ലാത്തതിന്റെ മുകളിലാണ് എൻ്റെ അനിയൻ റഷീദിനാമിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ 60 ഏക്കർ 50 ഏക്കർ കിട്ടാനൊക്കെ ഈ വഴികാട്ടി നമ്മുടെ ഈ മാനന്തവാടിയിലെ എന്തല്ല ബഹുമാനപ്പെട്ട ഇംഗ്ലീഷ് ഡോക്ടർ എന്നോടൊരു അഭ്യർത്ഥിച്ചു. മാസേബ് വയനാട്ടിൽ 3 ഏക്കർ കിട്ടിയാല് അതിൽ നമുക്ക് നെട്ടല് മുന്നിട്ടും രോഗികളായിട്ട് വീട്ടിൽ ചർച്ച കണ്ടിട്ട് വീട്ടുകാരെ സംരക്ഷിക്കാൻ കഴിയാതെ എല്ലാവരും മരിച്ചു കിട്ടിയവരെന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ വയനാട് ഭാഗത്ത് 3 ഏക്കർ നമുക്ക് കിട്ടിയ വലിയ ഉപകാരം ഇംഗ്ലീഷ് ഡോക്ടർ ഞാൻ കൊണ്ട് മീറ്റിംഗിൽ കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിന് റഷീദിനാമിനെ വിളിച്ച് ചോദിച്ച പാടന്നെ മാനുക നിങ്ങളൊരു കബർസ്ഥാനം പോയിരുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇക്കാലം സാധാരണക്കാരനും ഒരേ വീടാണ് അവിടെ കാണുന്നത്, പ്രത്യേക പരിഗണന അവിടെ ഒന്നുമില്ല. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ ആ പ്രകാരം മുമ്പ് പേടിച്ചിരുന്നു. മുമ്പ് എത്ര ഏക്കറോട് സ്ഥലം ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം അവർക്ക് പോകുമ്പോൾ ഇതിന് കൊണ്ടോണ്ടേ. എന്തായാലും ആ വലിയ മനുഷ്യനെ ആ 3 ഏക്കർ ഓഫർ ചെയ്ത് അങ്ങനെ ഒരു സംരംഭമാണ് നമ്മുടെ വയനാട് മാനന്തവാടിക്കടുത്ത് വരും. അത് സ്റ്റോക്കാണ് ഏറ്റെടുത്തുള്ളത്. 2 വർഷം കൊണ്ട് ഇത്രയും രോഗികൾക്കും അനാഥരായ ആളുകൾക്കൊക്കെ സംരക്ഷണം ഉണ്ടാവും. അതിനെ നമുക്ക് അഭിമാനിക്കുന്നതിന് ഓക്കെ. അപ്പൊ എടുത്ത് പറയേണ്ട കാര്യം ഇതില് EC മുഹമ്മദ് എന്ന ബാപ്പുക്ക, ആ ബാപ്പുക്കാനെ ഞാൻ നേരിട്ടിട്ട് ഫോൺ കൂടെ കണ്ടിട്ടുള്ളൂ. ആ വലിയ മനുഷ്യനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുന്നിൽ കാണിച്ചു തരും. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് തിരിച്ചിവിടെ പറയാൻ കഴിയാം. മാനസാഹിബെ മുതല് പടച്ചം തന്നതാണ്, അത് മറ്റുള്ളവർക്കും പല കുടുംബങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ പുണ്യം. തീർച്ചയായിട്ടും ഞാനത് എല്ലാം നൽകാനും എന്താണ് ഇനി ചെയ്യേണ്ടത് വെച്ചാല് മാനന്തവാടി മുനിസിപ്പാലിറ്റിന്റെ ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം വരെ തരാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടുള്ള ആഗ്രഹം. പടച്ചോനെ ആ മനുഷ്യന് ആയുസ്സും ആരോഗ്യ സമ്പത്തൊക്കെ കൊടുക്കട്ടെ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും നല്ല മനുഷ്യരെയാണ് നാട്ടില് ആവശ്യം. അല്ലാതെ കുറെ മുതല് കെട്ടിപ്പിടിച്ചിരിക്കുക അത്ര കോടികൾ എന്നുള്ളതിനെ ആവർത്തിച്ച് നടന്ന് അവസാനം ഒന്നും പോകുമ്പോൾ കൊണ്ടുപോകാത്തൊരു യാത്ര. എന്നിട്ട് മക്കളോ ഇദ്ദേഹം മരിച്ചുപോയി 15 ദിവസം തുടർന്ന് മക്കൾ സമ്പത്തിന് വേണ്ടിയിട്ട് ഏറ്റുമുട്ടല്. നമ്മളെല്ലാവരും ആരും മധ്യസ്ഥ പറഞ്ഞാലും കേൾക്കൂല. അതിനർത്ഥം എന്താ? രക്ഷിതാക്കൾ കാരുണ്യത്തിന്റെ വഴി കാണിച്ചു കൊടുത്തില്ല. നമ്മളെ മക്കൾക്ക് ആകെ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ഡിഗ്രി കാരുണ്യം. മറ്റുള്ളവരുടെ വിശപ്പെന്താ, സ്വന്തം വിശപ്പെന്താന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാന് കണ്ട പാടിൽ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട മനുക്ക എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യും. ആ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് മുനിസിപ്പൽ ചെയർമാനോട് അടുത്തേക്ക് പറഞ്ഞത് 18 കുടുംബം ഒരു വഴിയില്ലാതെ വല്ലാത്ത അവസ്ഥയിലുമാർക്ക് അതിന് പരിഹാരം നമുക്ക് കാണണം. അമ്മശിവനെ പറഞ്ഞ് എന്ത് തീരുമാനമെടുക്കൂടെ ഞാനൊരു കൂടെ. കാരണം നമ്മൾ പിന്തുണ കൊടുക്കണ എത്രയും കാര്യത്തിൽ ഇവിടെ ഒരുപാട് ഏക്കറുള്ള സ്ഥലങ്ങൾ ആളുകളുണ്ടാവും. നമുക്ക് നാളെ അവരുടെ മണ്ണിക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊരു സമ്പാദിക്കാനുള്ള മക്കൾക്കുള്ള ആവശ്യത്തിന് കൊടുക്കുകയും ബാക്കിയുള്ളത് എന്തെങ്കിലും നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് ഏൽപ്പിക്കുക. അതില് മുനിസിപ്പാലിറ്റി കൊണ്ടുവരുന്ന പല കാര്യങ്ങളും, അതായത് വീടുകള്, ഹോസ്പിറ്റല്, മറ്റുള്ള ആവശ്യങ്ങള് ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്പെടും. നിങ്ങളൊക്കെ ഒരു വട്ട ഈ ലഹരി ഉപയോഗിച്ച് കള്ള്, കഞ്ചാവ്, മറ്റുള്ളതൊക്കെ കുറിച്ച് അതൊക്കെ നിർത്തേണ്ട സമയം വരും. രോഗം വന്നാൽ മറ്റൊന്ന് നിർത്താൻ നിർവർത്തിക്കാൻ നിർത്തും. പക്ഷേ മറ്റൊരാളെ മനസ്സ് സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ കണ്ണീരൊപ്പി ആ മുഖത്തു നിന്ന് വരുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ലഹരി നിങ്ങൾ ജീവിതത്തിൽ പിന്നെ ഒഴിവാക്കില്ല. ആ ലഹരിന്റെ മുൻകൂടി ഓടിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ മരണം വരെ ആ ലഹരി നമ്മുടെ കൂടെ ഉണ്ടാവും. അത് സ്വന്തമല്ല, ആ ലഹരി നമുക്ക് നാളെ പരലോക ജീവിതത്തിലും പാടെ നമുക്ക് ഉപയോഗിക്കാൻ പരിപൂർണ്ണമാണ്. എന്തായാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാപ്പുക്കയുടെ നമുക്ക് നേതൃത്വത്തിൽ തന്ന വലിയ മനുഷ്യന് അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ വലിയ മനുഷ്യനെ പരിചയപ്പെടാം. അദ്ദേഹം ഇനിയും എന്തുമാണെങ്കിൽ ചെയ്യാനുള്ള മുനിസിപ്പൽ ചെയർമാനായിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ മുന്നിൽ വരും. അത്രയും മനസ്സുള്ള വലിയ മനസ്സുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവിതം നന്മയിലേക്കുള്ള യാത്രയിലാണ്. ആ ലഹരി അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങി. ഇനി അദ്ദേഹത്തിന് പിന്മാറാൻ കഴിയില്ല. അദ്ദേഹം യാത്ര തുടങ്ങുകയും നൽകട്ടെ. ഒരുപാട് നല്ല കാര്യം ചെയ്ത് അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ സന്തോഷയാത്ര ആവട്ടെ. അപ്പൊ ഇതിന് ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. കാരണം മാനന്തവാടി ചാരിറ്റബിൾ ട്രസ്റ്റിലെ കൈത്താങ്ങ് ചാരിറ്റബിൾ ട്രസ്റ്റിലെ
എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ്. ഈ ഭൂമി ആദ്യം മാനന്തവാടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കേരളത്തിന് വീട് വെച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഉപദേശം കിട്ടിയപ്പോൾ അത് ഒന്നടങ്കം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് ആ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ്. പിന്നെ ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചിന്തിച്ചോളി, മുനിസിപ്പാലിറ്റിയിലേക്ക് എൻ്റെ സഹായം നിങ്ങളുടെ സഹായങ്ങളും ഒറ്റക്കെട്ടായി നമ്മൾ ചെയ്തു കൊടുത്താൽ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന രണ്ട് പ്രഗത്ഭ വ്യക്തികളും പാവപ്പെട്ടവന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും അറിയുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ മുന്നിൽ. പിന്നെ അതിലുള്ള മറ്റു മെമ്പർമാരും നമുക്ക് വേണ്ടി അവർ മുന്നിലുണ്ടാവും. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ ഇന്ന് നമ്മുടെ നാട് ഒരുപാട് ഉന്നതിയിലെത്തും. അതിന് നിങ്ങളെല്ലാവരും പിന്തുണയും കക്ഷി രാഷ്ട്രീയ ജാതി മതമൊക്കെ മറന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് പിന്തുണ കൊടുക്കുക. അവരിൽ അർഹതപ്പെട്ട അവകാശികൾക്കുള്ള സഹായങ്ങൾ നമ്മൾ ഒത്തൊരുമിച്ച് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും സ്നേഹത്തോടെ ഈ ഒരു ഇന്നിങ്ങനെ പരിപാടി വെച്ചിട്ടും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും സന്തോഷമായിരിക്കണം. താങ്ക്സ്. മാനന്തവാടി നഗരസഭയ്ക്ക് ഭൂമിയൊക്കെ കൈമാറാനാണ് മാനവിക സ്നേഹപൂർവ്വം വയനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ വേണ്ടിയാണ് ഏക്കർ ഭൂമിയാണ് മാണിക്ക സ്വന്തം അധ്വാനിച്ചുണ്ടാക്കി അദ്ദേഹത്തിന്റെ സമ്പാദ്യം നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ആവശ്യത്തിലേക്ക് സഭയെ ഏൽപ്പിക്കുന്നത് ഏകദേശം ഭൂമി മാനവീയതയുടെ ആവശ്യപ്രകാരം ഏർപ്പെടുത്തി തരുന്ന നമ്മുടെ പ്രിയങ്കരനായ ബാബുക്കൻ മാനന്തവാടിക്കാരുടെ സ്വന്തം ബാബുക്കൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി മാനവീയും അതുപോലെ ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും എല്ലാവരെയും കൈത്താങ് ചാരിറ്റിയിലെ മെമ്പർമാരെ എല്ലാവരെയും ഈ മഹനീയ ചടങ്ങിലേക്ക് സ്നേഹം കഴിക്കുക. ഇതിൽ 3 പാർട്ണർമാരാണ് നമുക്ക് ഈ ഭൂമി ആവശ്യമായ ഭൂമി നൽകുന്നത്. അതിനെ പ്രതിനിധീകരിച്ചാണ് നമ്മുടെ ബാബുക്കാനെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതെ, മറ്റു 2 പേരും വിദേശത്താണുള്ളത്. അതുകൊണ്ടാണ് ഈ പദ്ധതി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ കഴിയാതെ പോയത്. അടുത്തതായി നമ്മുടെ ഈ മാനന്തവാടി കൈത്താങ് ചാരിറ്റി മാനന്തവാടി നഗരസഭയ്ക്ക് നൽകുന്ന പാർപ്പിട പദ്ധതിക്ക് വേണ്ടി നൽകിയ 1 ഏക്കർ ഭൂമിയുടെ ഭൂരേഖ കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മാനന്തവാടി നഗരസഭയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അഭിലാഷ് സാറിനെ അടക്കം ഈ വേദിയിലേക്ക് സ്നേഹം ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് പിടിച്ചോളേ, സെക്രട്ടറി ഒന്ന് പിടിച്ചോ കേട്ടാ, പിടിച്ചോ. ഓക്കെ. മാനന്തവാടിയുടെ ജനകീയ മുൻ മാനന്തവാടി പ്രസിഡന്റ് നഗരസഭാ കൗൺസിലറുമായ ശ്രീ ടി വി ജോർജിനെ ആശംസകൾ അർപ്പിക്കാനായി ഏറ്റവും ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുന്നു. പ്രസ് ക്ലബിലേക്ക് ക്യാമറ ഒന്ന് ഓണായിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനന്തവാടിന്റെ ആഗ്രഹപ്രകാരം ജോലിയായിട്ട് മെമ്മോറിയൽ ഹൗസിംഗ് കോളനി എന്നായിരിക്കും ഈ ഹൗസിംഗ് കോളനി എന്നായിരിക്കും. ഈ
ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗംഭീരമായ ചടങ്ങിന്റെ അധ്യക്ഷൻ മാനന്തവാടി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആദരണീയ ചെയർപേഴ്സൺ ഇന്ന് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കടാക്ഷം മാനന്തവാടിയിലെ ജനങ്ങളോട് കാണിച്ച പ്രിയപ്പെട്ട കാരുണ്യ പ്രവർത്തകൻ പ്രിയപ്പെട്ട ശ്രീ ജോണി അറക്കൽ, പ്രിയപ്പെട്ട മാസ്റ്റർ. പരിപാടിയാണ് ഇവിടെ കേൾക്കില്ല. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികളുണ്ട്. മുനിസിപ്പൽ ചെയർമാന്, വൈസ് ചെയർമാന്, നമ്മളെ മെഡിക്കൽ കോളേജിലുള്ള 50 ഏക്കർ സ്ഥലം 3 ഏക്കർ ഇതിന് അതിൽ 1 ഏക്കർ നമ്മളുടെ മുനിസിപ്പാലിറ്റിക്ക്. എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഒരുപാട് നല്ല മനുഷ്യത്വം നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ നിങ്ങൾ തന്ന എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ സാധ്യതയുണ്ട്. ഞങ്ങൾ അത് മുനിസിപ്പൽ ചെയർമാനാണ്. വലിയ മനസ്സുള്ള, ഒരുപാട് കാലം വിഷമമൊക്കെ അനുഭവിച്ചൊരു മുനിസിപ്പൽ ചെയർമാനാണ് മാനന്തവാടി മുനിസിപ്പൽ ചെയർമാൻ. ഒരുപാട് മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന മനസ്സുള്ള ആളാണ്. ഇനി നമ്മളെ വൈസ് ചെയർമാനാണിത്. ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായിരുന്നു. മാനൂക്കാൻ്റെ മനസ്സുപോലെ തന്നെ വളരെ മനോഹരമായ പരിപാടി. ഇത്തരം പരിപാടിയിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിക്ക് വലിയൊരു പ്രതീക്ഷയും വലിയൊരു ഒരു പുരോഗതിയിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ കാണുകയാണ്. നമ്മളെ ജോയി അറക്കൽ എന്ന വലിയ മനുഷ്യ സ്നേഹിന്റെ അനിയുണ്ട്, ജോണി അറക്കൽ എന്ന ഒരുപാട് കാരുണ്യ മനസ്സ് കാണിച്ച നമ്മളെ ജോയി അറക്കൽ ഏട്ടന്റെ അനിയനാണ്. നമസ്കാരം. നമ്മുടെ മാനന്തവാടിയിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ ഇനിയും കൊണ്ടുവരാൻ വേണ്ടി മാനിക്കായി സപ്പോർട്ട് ചെയ്യുക. മാനിക്ക നമ്മുടെ സ്വന്തം സഹോദരനെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. എല്ലാവരും മാനിക്ക സ്വാഗതം ചെയ്തിട്ടുണ്ട്, വളരെ സ്നേഹിക്കുന്നു. എല്ലാവരും മാനിക്ക സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ദൈവമായിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെന്ന് കൂടി പ്രാർത്ഥിക്കുക. എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 4 വർഷം അനുവദിച്ച ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി നടക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് ഈ ചില രാഷ്ട്രീയക്കാരെ, ഈ ചില പൊതുപ്രവർത്തകരെ, ഈ ചില പ്രവർത്തകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും എന്നുകൂടി ഞാൻ ധരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ ഭൗതികമായ കാരുണ്യമായ പുണ്യപ്രതി ചടങ്ങിന് എല്ലാവിധ